ആണ് ഇതിൻ്റെ വിചാരണ നടക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇത് പരമാവധി ശിക്ഷ കിട്ടാവുന്ന ഒരു കേസായി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിസ്റ്റർ അഭയ കേസിൽ ജുഡീഷ്യറിയും ഭരണകൂടവും ഏകപക്ഷീയമായി സമുദായത്തെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തെ വേട്ടയാടുന്നു എന്ന് പറയുന്ന ഒരു പ്രചാരണത്തിൽ ഒരു ക്രിമിനൽ ലോയർ എന്നുള്ള നിലയിൽ അങ്ങയുടെ അഭിപ്രായം നിരീക്ഷണവും എന്താണ്? ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ അനുവദനീയമല്ലാത്തൊരു ക്രിമിനൽ കുറ്റം ചെയ്താൽ അവരുടെ പ്രധാന വാദം തങ്ങൾ ജനിച്ച സമുദായത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഇതിൽ സമുദായവും ആയിട്ട് യാതൊരു ബന്ധവുമില്ല. നഗ്നമായൊരു കൊലപാതകം മതത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് മൂടി വയ്ക്കാൻ നോക്കി, അത് പുറത്തു വന്നു. അതിൽ മതത്തിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ പ്രമുഖരായ ആളുകളും അവരൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് വെളിവായപ്പോൾ മറ്റൊരു മാർഗമില്ലാത്തപ്പോൾ മതത്തിൻ്റെ പിൻബലം തേടുകയാണ്. ഇതൊരു പുതിയ പ്രവണതയാണ്. പലരും മതം ഇതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഈ ക്രിമിനൽ കുറ്റത്തിന് മതവും ജാതിയില്ല. ആര് കുറ്റം ചെയ്താലും കുറ്റം തന്നെയാണ്. അത് മതത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ പരോക്ഷമായിട്ട് ഞങ്ങൾ ആ കുറ്റം ചെയ്തു, ആ പേരിൽ മതത്തിന് ആക്രമിക്കണം എന്ന് പറയുന്നത് തീരെ അർത്ഥമല്ലാത്തൊരു കാര്യമാണ്. അതിൽ പോലീസുകാരോ കോടതിയോ ജനങ്ങളോ ഒരിക്കലും ഇതിൽ വീഴാൻ പാടില്ല, ഈ പ്രചരണത്തിൽ വീഴാൻ പാടില്ല. ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ആൾ എത്ര ഉന്നത പദവി വഹിച്ചാലും അദ്ദേഹം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ സമൂഹ മധ്യത്തിൽ ഒരു ക്രിമിനൽ കുറ്റവാളിയുടെ സ്റ്റാറ്റസേ അവർക്ക് കിട്ടുള്ളൂ. അവർ മതത്തിൻ്റെ പരിവേഷം ഉണ്ടെങ്കിലും, ഉദ്യോഗത്തിൻ്റെ പരിവേഷം ഉണ്ടെങ്കിലും, സ്ഥാനത്തിൻ്റെ പരിവേഷം ഉണ്ടെങ്കിലും, സമുദായത്തിൻ്റെ പരിവേഷം ഉണ്ടെങ്കിലും ഒന്നും എല്ലാം അപ്രസക്തമാണ്. സിസ്റ്റർ അഭയ കേസിൽ ഒരു സ്ത്രീപക്ഷ വ്യക്തിയുണ്ട് എന്നുള്ള അഭയ കേസ് തെളിയിക്കപ്പെട്ടിട്ടും എന്ന് ഞാൻ പറയും, തെളിയിക്കപ്പെട്ടിട്ടും കുറ്റക്കാരെന്ന് പറഞ്ഞിട്ടുള്ള പ്രതികളെ ശിക്ഷിക്കാനുള്ള നടപടി ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം എന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള ആളുകളും അതിൻ്റെ പിന്നിലുള്ളവരൊക്കെ ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോൾ സമൂഹത്തിൽ ധാരണയുണ്ട്. പ്രസിദ്ധ ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കംചേരി CBIയുടെ ചോദ്യം ചെയ്യലിനെ നേരിടാൻ വേണ്ട പരിശീലനം പ്രതികൾക്ക് നൽകി തന്റെ സേവന മാഹാത്മ്യം വിളിച്ചോതി. പക്ഷേ അവരെ പിടികൂടുന്നില്ല, പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ മാർഗങ്ങളുണ്ടാക്കി അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നൊരു രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അഭയ കേസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിലും അത്തരത്തിൽ പ്രതികൾ രക്ഷപ്പെടുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇതിന് പിന്നിലുള്ള വമ്പന്മാരാണെന്നുള്ളതാണ്. വമ്പന്മാരാണ്, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, മിനിസ്റ്റർമാരുടെ ലെവലിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവരുടെ മക്കളാണ്, രാഷ്ട്രീയ രംഗത്ത് വലിയ പിടിപാടുള്ള ധനാഢ്യന്മാരാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ മാർഗമില്ലാത്ത വിധത്തിൽ ഇപ്പോൾ നമ്മൾക്ക് വളരെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരെ ഒരു ആൻറ്റി കറപ്ഷൻ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഇതൊക്കെ അതിൻ്റെ പരിധിയിൽ വരുന്ന സംഗതിയാണ്. എങ്ങനെയാണ് ഈ പ്രതികൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇവർ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത്? എങ്ങനെയാണ് ഇവർ നിയമങ്ങളുടെ പഴുതുകളിലൂടെ രക്ഷപ്പെടുന്നത്? ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? ജുഡീഷ്യറി ആണോ, പോലീസാണോ, അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ, ഭരണകൂടമാണോ? ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള വളരെ സാധ്യത ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റും ജനറൽ ലോക്പാൽ ബിൽ ഒക്കെ പാസ്സായി വരുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ഹോപ്പാണ്. ഇരകളുടെ പക്ഷത്ത് നീതിക്ക് വേണ്ടി നിൽക്കുന്നതിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കുറ്റകരമായ ഒരു അനാസ്ഥ പുലർത്തിയിട്ടുണ്ടെന്നുള്ള ഒരു ആക്ഷേപത്തെക്കുറിച്ച് അങ്ങയുടെ നിരീക്ഷണമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പൊതു ദൗർബല്യത്തിൻ്റെ ഭാഗമാണ്. കാരണം വളരെ പ്രബലമായ സാമുദായിക ശക്തികളാണ് കേരളത്തിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. അത് ഇടതുപക്ഷമായാലും രണ്ടു കൂട്ടരും ഇവരാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്.
അപ്പോൾ ഇതിൽ അഭയ കേസിലൊരു പ്രധാനപ്പെട്ട സാമുദായിക ശക്തി തന്നെയാണ് പിന്നിൽ വന്നിട്ടുള്ളത്. കാരണം ആ സാമുദായിക ശക്തിക്ക് അപമാനകരമാകുന്ന രീതിയിലാണ് ആ കേസിൻ്റെ യഥാർത്ഥ കിടപ്പുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് പൂർണ്ണമായും വെളിച്ചത്ത് വരാതിരിക്കുക എന്നുള്ളത് ആ സമുദായത്തിൻ്റെ താല്പര്യമായതുകൊണ്ട് അവരതിനെ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയിക്കാത്ത കാര്യമാണ്. അതിന് ഏറെക്കുറെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വഴങ്ങുകയും ചെയ്യുന്നുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ പരിമിതിയാണ്. അതിനെ മറികടക്കാൻ കഴിയുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലില്ല. ഇക്കാര്യത്തിൽ മാത്രമല്ല ഒട്ടേറെ മറ്റു രീതിയിലുള്ള അന്യായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. ഈ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ ബലാബലത്തിന് വഴങ്ങാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലില്ലാത്തടത്തോളം ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒറ്റപ്പെട്ട ചില വ്യക്തികളുടെ അനുഭാവം മാറ്റി നിർത്തിയാൽ ഇടതു വലതു ഭേദമില്ലാതെ ഇരു മുന്നണികളും വോട്ട് ബാങ്കിനു വേണ്ടി തന്ത്രപരമായി മഹാമൗനം ഭജിച്ചു. ഡിവൈഎഫ്ഐ സഖാക്കളും യൂത്ത് കോൺഗ്രസ് ഗാന്ധിയന്മാരും അവരുടെ മുന്നണി യുവജന വിഭാഗങ്ങളും അതിവിപ്ലവ ML ഗ്രൂപ്പുകളും സൗകര്യപൂർവ്വം വാപൊത്തി കണ്ണടച്ചു. ഏതു വാക്കിലും നോക്കിലും സ്ത്രീത്വം പൊള്ളുന്ന സ്ത്രീവാദികളും സംഘടനകളും ഇക്കാര്യത്തിൽ മാളത്തിൽ ഓടി ഒളിച്ചു. കോട്ടയം രാഷ്ട്രീയത്തിലെ അതികായൻ KM മാണി ഇതിൽ ഇന്നും സംശയത്തിൻ്റെ കരുനിഴലിലാണ്. BJP നേതാക്കളായ CK പത്മനാഭന്റെ മലക്കം മറിച്ചിലും O രാജഗോപാലിന്റെ പത്തിമടക്കലും കേരളത്തിലെ ജനം കണ്ടു. ഹൈക്കോർട്ട് ബാർ അസോസിയേഷൻ ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ പ്രമേയം പാസാക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെ അവസരത്തിനൊത്ത പിന്മാറ്റവും ശ്രദ്ധേയമാണ്. ഒരു പാവം കന്യാസ്ത്രീ ദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോഴും പിന്നീടത് ദശാബ്ദത്തോളം ചാരം മൂടിക്കിടന്നപ്പോഴും മൗനവ്രതമാചരിച്ച CPIയുടെ ആനി രാജയും CPMന്റെ വൃന്ദ കാരാട്ടും CBIയുടെ കുറ്റപത്രത്തിൽ സിസ്റ്റർ സെഫിയെക്കുറിച്ചെന്തോ കൈക്കുറ്റപ്പാട് കണ്ടെന്നും പറഞ്ഞ് ചാടിക്കുരച്ച് തങ്ങളുടെ വർഗബോധം കാട്ടി. സിസ്റ്റർ അഭയ കേസിൻ്റെ അന്വേഷണത്തോടനുബന്ധിച്ച് അതിനിടയിൽ അങ്ങ് CBIയിലെ സേവനം ഉപേക്ഷിച്ച് പോരുന്നതിനിടയായ സാഹചര്യം അതിലങ്ങേ പ്രേരിപ്പിച്ച സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പരിമിതിയിൽ നിന്നുകൊണ്ടൊന്ന് വിശദീകരിക്കാം. സിസ്റ്റർ അഭയ കേസ് ഞാൻ CBIയിൽ രജിസ്റ്റർ ചെയ്യുന്നത് 93 മാർച്ച് 29 സിസ്റ്റർ മരിച്ചത് 92 മാർച്ച് 27. ക്രൈംബ്രാഞ്ച് ലോക്കൽ പോലീസ് കുറച്ച് ദിവസങ്ങൾ അന്വേഷിച്ചു, 9 ദിവസം മറ്റും. അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഏകദേശം 9 മാസത്തോളം അന്വേഷിച്ച് അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് എന്ന് പറയും, അതായത് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഈ അഭയ ആത്മഹത്യ ചെയ്തതാണെന്നുള്ള റിപ്പോർട്ട് കോട്ടയം RDOയുടെ കോടതി, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി, RDOയുടെ കോടതി, അവിടെ റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഈ കേസ് CBI അന്വേഷണത്തിന് വേണ്ടി വരുന്നത്. ആ ഞാൻ കാസർഗോഡ് ഹംസവധ കേസിലെ അന്വേഷണമല്ല കോടതിയിൽ ഡെയിലി വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ആ കേസിൽ എൻ്റെ സാന്നിധ്യം കോടതിയിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാരണം ഞാൻ ആ പീരീഡിൽ ഞാൻ വളരെ തിരക്ക് കോടതി ഡെയിലി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു.